ഇത്തവണ തീരുമാനിക്കപ്പെടുന്ന ഈ ഓപ്പറേഷൻസ് വളരെ ഗൗരവതരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓപ്പറേഷൻ കുബേര. ആ ഓപ്പറേഷൻ കുബേരയുടെ കാലത്ത് പോലീസുകാരില്ലായിരുന്നു അതിൻ്റെ അകത്ത്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു അതിൻ്റെ അകത്ത്, അവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലേ? എത്രയോ സ്ഥലത്ത് പോലീസുകാരുടെ ഒത്താശയോടുകൂടി അവരുടെ ബിനാമികളായി വർക്ക് ചെയ്തവരും അവർ നേരിട്ട് തന്നെ ചെയ്ത കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളിൽ എത്ര കേസുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം അന്ന് ഉണ്ടായിരുന്നേ. പല ആളുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നേ, പല ആളുകൾക്കെതിരെ ഇന്നും കേസ് നടക്കുന്നുണ്ടെന്നേ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, പല ആളുകൾ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, അതിനപ്പുറമുള്ള പല ആളുകളും ഇതിൻ്റെ അകത്തൊക്കെ കണ്ണികളായിട്ടുണ്ട് ഇല്ലേ? ഈ ആലപ്പുഴയിൽ എടുത്താൽ ജയചന്ദ്രൻ ഞാനും ആലപ്പുഴയാണല്ലോ. ആലപ്പുഴയിൽ ലഹരി വ്യാപാരത്തിൻ്റെ കുത്തക ആർക്കാ? നമുക്കറിയില്ലേ? പരസ്പരം അറിയില്ലേ? ഏത് പാർട്ടിയാണ് അതിന് പിന്നിൽ? ഏത് നേതാക്കളാണ് ആ പ്രതികളെ സംരക്ഷിക്കുന്നത്? എവിടെ നിന്നാണ് ഇതെല്ലാം കൊണ്ടുവന്നത്? അറിയില്ലേ? ഒരു സംസ്ഥാനത്ത് മുൻ മന്ത്രി തന്നെ നേരിട്ടിറങ്ങി സംരക്ഷിച്ചില്ലേ ആ ലഹരി മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്ന ആളെ? ഇല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയല്ലേ ഒരു മുൻ MLA-യുടെ മകൻ ഇത് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായത്? കുട്ടികളാണെങ്കിൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു മന്ത്രിയെ നമ്മൾ കേരളത്തിൽ കണ്ടില്ലേ? അതുണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ UDF-ന്റെ ഇന്നത്തെ ഈ ഗവൺമെന്റ് ആദ്യത്തെ വാക്ക്. അന്നത്തെ മന്ത്രി സജി ചെറിയാനെ പോലെ ലഹരി ഉപയോഗിച്ചാൽ അത് സിഗരറ്റ് വലിക്കാത്ത ആരാണുള്ളത് എന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കുന്ന, ലഹരി കൊണ്ടുവരുന്ന പാർട്ടി സഖാക്കൾക്ക് പിന്തുണ കൊടുക്കുന്ന സർക്കാർ ആയിരിക്കില്ല ഇത്. അതാണ് ആദ്യത്തെ നമ്മുടെ വാക്ക്. പിന്നെ ഇവിടെ DJ പാർട്ടികൾ നടക്കുന്നുണ്ട്. ഒരുപാട് പ്രമാണിമാർ പങ്കെടുക്കുന്നതാണ് DJ പാർട്ടികൾ. അതുപോലെ തന്നെ കടലിലും കരയിലും ഇതിൻ്റെതായ വിനിമയം നടക്കുന്നില്ലേ? ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ലേ? റെസിഡൻഷ്യൽ ഏരിയ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന, പ്രത്യേകിച്ച് ശ്രീ രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ ശൈലിയിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ നീരൊഴുക്ക്, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലം, അതടക്കമുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് എല്ലാ സാങ്കേതിക മികവോടും കൂടി ആ ഏരിയയിൽ ഇതുണ്ടോ എന്ന്, മാലിന്യത്തിൽ പോലും ഇതുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പദ്ധതി പ്രഖ്യാപിക്കാൻ പോകുന്നേ ഉള്ളൂ 2-ാം തീയതി. അതിന് ശക്തമായി എക്സൈസിന്റെ പങ്കാളിത്തമുണ്ട്, ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷനുണ്ട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും കൂട്ടായ തീരുമാനമുണ്ട്. അതിൻ്റെ അകത്ത് ഏത് പോലീസ് ഉദ്യോഗസ്ഥന് പങ്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് എത്ര പ്രമാണിയായാലും പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ DJ പാർട്ടി ആരെങ്കിലും പറയാറുണ്ടോ? വിവാഹ പാർട്ടികൾ പറയാറുണ്ടോ? കടലിലും കായലിലും ഉല്ലാസ നൗകളിൽ നടക്കുന്ന ആളുകളെ കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? റെസിഡൻഷ്യൽ ഏരിയയിൽ പോയി ഇന്നലെ വരെ ഇങ്ങനൊരു പരിശോധന നടന്നിട്ടില്ല. അതിനെല്ലാം പറഞ്ഞല്ലോ, അതിന് പ്രത്യേകം ചാറ്റ് ബോട്ടുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ, കംപ്ലൈന്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് പാരിതോഷികം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ. ഇതൊരു ജനകീയ മുന്നേറ്റമാണ്. അത് സർക്കാർ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. സർക്കാരാണ് അഡ്മിനിസ്ട്രേഷൻ, പക്ഷേ ജനങ്ങൾ ഉണ്ടാവണം കൂടെ. ആ ജനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജനങ്ങളും ഗവൺമെന്റും ഒരുമിച്ച് നിന്നാൽ താർക്കാൻ കഴിയാത്ത ഏത് മാഫിയാണെന്ന് കേരളത്തിലുള്ളത്? അവിടെ അലംഭാവം ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ തഴച്ച് വളരുന്നത്. അതിൻ്റെ അകത്ത് എല്ലാ സംസ്ഥാനത്തും ചരിത്രമെടുത്താൽ പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെ ഉണ്ട്, പല രാജ്യങ്ങളിലും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അന്തർ സംസ്ഥാന തലത്തിൽ ഇതിന് മേധാവിത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുചേർത്തുകൊണ്ട് ഒരു പൊതു പാക്കേജാണ്. ഞാനൊരു ഉദാഹരണം പറയാം. തമിഴ്നാട്ടിലെ സ്ഥിതി നിങ്ങൾക്കറിയാമോ? എല്ലാ സ്ഥലത്തും ഈ MDMA പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ 15 ദിവസം 30 ദിവസമൊക്കെ ആകുമ്പോൾ ജാമ്യം എടുത്ത ആളുകൾ പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ചട്ടങ്ങൾക്കപ്പുറം പ്രത്യേകമായി ചീഫ് ജസ്റ്റിസും DGP-യും ചീഫ് മിനിസ്റ്ററും ചേർന്ന് പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ. നിങ്ങൾ തിരക്ക് നോക്കുക, കോടതികളിൽ നടക്കുന്ന കേസുകൾ, ജയിലിൽ കിടക്കുന്ന, കേരളത്തിൽ നിന്നടക്കം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. കുട്ടികളുടെ എണ്ണം വർഷം എത്രയായി കിടക്കുന്നു? വക്കീൽ എന്നുള്ളതിൽ എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്, വലിയ ബോധ്യമുള്ള കാര്യങ്ങളുണ്ട്. 4, 5, 6 വർഷം കിടന്നിട്ട് പോലും കേസ് തീരുന്നില്ല. ഇവിടുന്ന് പഠിക്കാനായി പോയ കുട്ടികളാണ്. അറിഞ്ഞു പെട്ടവരുണ്ട്, അറിയാതെ പെട്ടവരുണ്ട്. കർണാടകയിൽ എത്രയോ കാലങ്ങളായി കിടക്കുന്ന ആളുകളുണ്ട്. ഈ കുട്ടനാട്ടിൽ നിന്ന്, ചങ്ങനാശ്ശേരിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് കിടക്കുന്ന ആളുകളുടെ ഓരോ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അപ്പം നിയമം ശക്തമായാൽ പുറത്ത് ഒരുത്തനും ഇറങ്ങൂല. ആരെത്രയൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും, എത്ര കോടി ഒഴുക്കിയാലും ആക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. ഈ കാര്യത്തിൽ
വളരെ കൃത്യമാണ്, വളരെ സുതാര്യമാണ്. മുൻ അനുഭവങ്ങളുടെ ബോധ്യത്തിലും വിശ്വാസത്തിലും ഞാൻ പറയുകയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലുള്ള രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ അത് കേരളത്തിനൊരു പുതിയ മാതൃക സൃഷ്ടിക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്കത് ബോധ്യമാകും. ജനങ്ങൾ കൂടെ നിൽക്കും, ജനങ്ങൾ കൂടെ നിൽക്കണം എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനകത്ത് മുഖം നോക്കേണ്ട കാര്യമില്ല. എൻ്റെ കുട്ടിയെ ബാധിച്ചാലും നിങ്ങളുടെ കുട്ടിയെ ബാധിച്ചാലും നമ്മുടെ കുട്ടികളെ ബാധിച്ചാലും കേൾക്കുന്ന ഏത് ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ ബാധിച്ചാലും അത് ആ കുടുംബത്തിനും സമൂഹത്തിനും ആപത്താണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തിരുത്താൻ കക്ഷി രാഷ്ട്രീയമൊന്നുമല്ല, ജാതി മതമൊന്നുമല്ല, ഒരുമിച്ച് നിൽക്കണം.